എന്തിനാണ് കൺവെൻഷൻ നടത്തുന്നത്? പ്രധാനമായും രണ്ട് ഊന്നലുകൾ ഏതൊരു വചന ധ്യാനത്തിനുമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ കുറച്ചുകൂടെ ബലപ്പെടുക, സ്ഥിരപ്പെടുക, നാം എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കുറെ കൂടെ വ്യക്തതയും ഉറപ്പും ഉള്ളവരായിരിക്കണം. കൺവെൻഷനുകൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നത് പ്രഖ്യാപിക്കുന്ന ഒരവസരമാണ്. രണ്ടാമത്തെ കൺവെൻഷൻ്റെ ഒരു പ്രസക്തി എന്ന് ഞാൻ കരുതുന്നത് സഭയുടെ സാക്ഷ്യ ജീവിതം എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത്. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രത്യാശ എന്നത് യുഗാന്ത്യ പ്രത്യാശയാണ്. യുഗാന്ത്യ പ്രത്യാശ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് യുഗത്തിന് അല്ലെങ്കിൽ കാലങ്ങൾക്ക് അവസാനം സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിലല്ല. ഒരു കാലത്തും അവസാനിക്കാത്തതിൻ്റെ പേരാണ് യുഗാന്ത്യ പ്രത്യാശ. It is not a doctrine of last things, but a doctrine of things that will last. ഞാൻ ഒന്നുകൂടെ ആ വാചകം പറയാം. എന്താണ് യുഗാന്ത്യ പ്രത്യാശ? കാലത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നതല്ല, ഒരു കാലത്തും അവസാനിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. It is not a doctrine of last things, but a doctrine of things that will last. യുഗാന്ത്യ പ്രത്യാശകളിൽ അല്ലെങ്കിൽ യുഗാന്ത്യ പ്രത്യാശയെക്കുറിച്ചുള്ള നമ്മുടെ ഏത് വിചാരത്തിലും അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ച് വിടേണ്ടതാകും. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ
1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, നിന്റെ വചനം കേൾപ്പാൻ ആർത്തിയോടെ കൊതിയോടെ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളെ നീ കരുണയോടെ നോക്കണമേ. ജീവിതത്തിൻ്റെ എത്രയോ സന്ദർഭങ്ങളിൽ നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. രോഗസൗഖ്യമായി, ഏകാന്തതയിൽ സഖിത്വമായി, നിരാശയിൽ പ്രത്യാശയായി നിന്റെ വചനം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. നിന്റെ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരും നിന്റെ വചനത്തെ സ്നേഹിക്കുന്നവരുമാകുന്നത് കൊണ്ടാണല്ലോ പല തിരക്കുകളുണ്ടായിട്ടും നിന്റെ വചനം കേൾപ്പാൻ ആർത്തിയോടെ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. കർത്താവേ, കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യവും യുദ്ധവുമൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ യുഗാന്ത്യ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ പ്രത്യാശ ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിനല്ല, മറിച്ച് കാലവും സമൂഹവും ഞങ്ങളുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ കൃപയോടെ ധൈര്യത്തോടെ നേരിടുവാൻ ഞങ്ങൾക്ക് ബലം നൽകുന്നതാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിനോട് ചേർന്ന് 1000 ആണ്ട് വാഴുന്ന ആ വലിയ നാളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം സന്തോഷിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുവാൻ ഇന്ന് പ്രഭാതത്തിൽ സഹായിക്കണമേ. നിന്റെ വചനം സത്യമായി ഇന്ന് സംഭവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് 1000 ആണ്ട് വാഴുന്നത് ഏതൊരു വിശ്വാസിയെയും ആവേശം കൊള്ളിക്കുന്ന, ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമാണ്.
സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളിൽ നേരിട്ട് അധികം സൂചനകളില്ല. ചില പരോക്ഷമായ പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മാത്രമാണ് ഈ യുഗാന്ത്യ പ്രത്യാശ അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഇത് അത്യന്തം സങ്കീർണമായ ഒരു ഉപദേശമാണ്. മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, നമ്മുടെ ഒരു യുക്തിബോധത്തിനുള്ളിൽ പൂർണ്ണമായും വഴങ്ങാത്ത ഒന്നാണ് ഈ 1000 ആണ്ട് വാഴ്ച. ഈ വായിച്ച 15 വാക്യങ്ങളെ സംബന്ധിച്ചും നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഓരോ വാക്കിനെ സംബന്ധിച്ചും ഓരോ വാചകത്തെ സംബന്ധിച്ചും ലഭ്യമായ എല്ലാ വിശദീകരണങ്ങളും നൽകുക എന്നത് തികച്ചും അപ്രായോഗികമാണ്. എന്നാൽ ഏറെക്കുറെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വേദപുസ്തക അടിസ്ഥാനത്തിൽ ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയാം എന്ന് ഞാൻ കരുതുകയാണ്. നമ്മളിതിൻ്റെ ധ്യാനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പ്രധാനമായും സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച്, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പ്രചാരത്തിലുള്ള, ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില വാദങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പറയാം. ഇത് മനസ്സിലായില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു ദുഃഖമില്ലാത്തത് കൊണ്ട് ഇന്നത്തേത് മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ വിഷമിക്കുമെന്നും. എന്നാൽ ഈ സംഗതി യൂട്യൂബിലുള്ളത് കൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യം തോന്നുന്നെങ്കിൽ ഒന്നുകൂടെ അതൊന്ന് വായിക്കാൻ, മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായാൽ, സാധ്യത കുറവാണ്, അങ്ങനെ ഉണ്ടായാൽ അന്നത്തേക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറയാം. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പ്രധാനമായും ആ വാചകം ആവർത്തിക്കുന്നു, ഒത്തിരിയുണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള 3 വാദങ്ങൾ. ഒന്ന്, ആ വാദത്തിൻ്റെ ഒരു സാങ്കേതിക പദം എന്നത് പോസ്റ്റ് മില്ലനിയം എന്നാണ്. വാക്ക് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: 1000 ആണ്ട് വാഴ്ച സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷമേ കർത്താവ് വരൂ. അപ്പോൾ എന്താണ് പോസ്റ്റ് മില്ലനിയം? ആ പോസ്റ്റിനകത്ത് തന്നെ കിടപ്പുണ്ട്. സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞിട്ടേ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടും, രണ്ടാമത് വരും. രണ്ടാമതുള്ള മറ്റൊരു വാദം അമില്ലനിയം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ വാദം പറയുന്നവർ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ചയില്ല, മറിച്ച് അത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി സാത്താനെ പൂട്ടേണ്ട കാര്യമില്ല. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തന്നെ സാത്താനെ പൂട്ടിയില്ലെന്നുള്ളതിൻ്റെ നല്ല സാക്ഷികളാണ് നമ്മൾ. ഈ ലോകത്തിലെ കാര്യങ്ങളെങ്ങാനും കണ്ടാൽ സാത്താനെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ സിദ്ധാന്തത്തിൻ്റെ പേരാണ് അമില്ലനിയം. മൂന്നാമത് ഉള്ള ഒരു വാദം പ്രീ മില്ലനിയമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം കർത്താവിൻ്റെ വരവ് സംഭവിക്കും, അതിന് ശേഷമാണ് 1000 ആണ്ട് വാഴ്ച. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പോസ്റ്റ് മില്ലനിയം എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാണ് കർത്താവ് വരുന്നത്.
രണ്ടാമത്തെ വാദമെന്നത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ തന്നെ 1000 ആണ്ട് വാഴ്ച തുടങ്ങി. മൂന്നാമത്തെ വാദമെന്നതാണ് പ്രീ മില്ലനിയം. എന്ന് പറഞ്ഞാൽ ആദ്യം കർത്താവ് വരും, അതിനുശേഷം 1000 ആണ്ട് വാഴ്ച. ഈ 1000 ആണ്ട് ഈ പ്രീ മില്ലനിയമാണ് എനിക്ക് ഏറെക്കുറെ സ്വീകാര്യമായിട്ടുള്ളത്. എന്നാൽ അതിനുള്ളിൽ തന്നെ വീണ്ടും പല അവാന്തര സംഗതികളുണ്ട്. അത് നിങ്ങൾക്കും എനിക്കും അത്ര കേട്ടുകൊണ്ടിരിക്കാൻ, കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ചില ആളുകളെങ്കിലും വിചാരിക്കും, ഈ സഹസ്രാബ്ദ വാഴ്ച എന്നത് ശരിക്കും വിശ്വസിക്കാവുന്ന ഒന്നാണോ? ഒരുപക്ഷെ ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് യോഹൻ മോൾട്ട്മാൻ. അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻ എസ്കറ്റോളജി ഈസ് മില്ലനേറിയൽ. സഹസ്രാബ്ദ വാഴ്ചയിലൂടെ അല്ലാതെ യുഗാന്ത്യ പ്രത്യാശയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ആവില്ല. നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്ത് 4 ഘട്ടങ്ങളിലായി ഈ 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1ഉം 3ഉം നമ്മൾ അധികം വിശദീകരിക്കില്ല. 2ഉം 4ഉം ഘട്ടങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ 1ാമത്തെ ഘട്ടം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ വേദപുസ്തകം നോക്കുക. കാരണം ഇത് വേദപുസ്തകം കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് കുറച്ചുകൂടെ സൗകര്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. കൊണ്ടുവരാത്തവർക്ക് അവർക്ക് മൊബൈലിൽ ആ വേദപുസ്തകം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തുറന്നു നോക്കുന്നത് നല്ലതാണ്. എന്നാൽ അതൊഴിച്ച് ബാക്കിയെല്ലാം മൊബൈലിലുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്താണ് 1ാമത്തെ ഘട്ടം? 1ാമത്തെ ഘട്ടത്തെക്കുറിച്ച് പറയുന്നത് സാത്താനെ ചങ്ങലയ്ക്കിടുക എന്നതാണ്. 20-ാം അധ്യായം തുടങ്ങുന്നത് പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. എന്താണ് ദർശനം? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. ഈ ദൂതൻ്റെ കയ്യിൽ താക്കോലുമുണ്ട്, ചങ്ങലയുമുണ്ട്. 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? 7 പൊൻനിലവിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ഈ മനുഷ്യപുത്രൻ്റെ കുറച്ചുകൂടെ വിശദാംശങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്ക് സമാനമാണ്, അവൻ്റെ തലയും തലമുടിയും ഹിമം പോലെ വെണ്മയുള്ളതാണ്, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്, അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്ക് സമാനമാണ്, അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നുണ്ട്, അവൻ്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അവിടെ പറയുന്നത്, ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു, എൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുണ്ട്. അപ്പോൾ ഈ 20-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്ന ദൂതൻ്റെ കൈവശമുള്ള താക്കോൽ എന്നത് യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൈവശമുള്ള താക്കോലാണ്. ഈ താക്കോലുമായിട്ടാണ് ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത്. ഇങ്ങനെ ഇറങ്ങി വരുന്ന ദൂതൻ അവിടെ പറയുന്നു, സാത്താനെ പിടിച്ചു കെട്ടി ചങ്ങലക്കിട്ടു.
അവിടെ 4 വാക്കുകളാണ് ഒരേ ആളെ അല്ലെങ്കിൽ ഒരേ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പിശാചുണ്ട്, പാമ്പുണ്ട്, മഹാസർപ്പമുണ്ട്, സാത്താനുണ്ട്. ഇതെല്ലാം ഒരാൾ തന്നെ. അതുകൊണ്ട് പിശാചും പാമ്പും മഹാസർപ്പവുമായ സാത്താനെ പിടിച്ചുകെട്ടി. വെളിപാട് പുസ്തകം വളരെ കൃത്യമായി പറയുന്നുണ്ട്, സാത്താൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ അധികാരം അധികം കാലം നീണ്ടു നിൽക്കില്ല. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിൽ ഒരു മഹാദുഃഖം സംഭവിക്കുന്നുണ്ട്, യുദ്ധം സംഭവിക്കുന്നുണ്ട്. അവിടെ പ്രധാന ദൂതനായ മിഖായേലും അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദത്തിൽപ്പെട്ട ദൂതന്മാരും പിശാചിൻ്റെ ദൂതന്മാരുമായി ഒരു യുദ്ധമുണ്ടാവുന്നു. അവസാനം ഭൂമിയിലേക്ക് സാത്താനെ തള്ളിയിടുന്നു. എന്നിട്ട് അവിടെ യോഹന്നാൻ പറയുന്നു, അത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ്റെ വലിയ പ്രത്യാശ എന്നത്, ഇന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ പൈശാചിക ശക്തികളും, മരണത്തിൻ്റെ ശക്തികളും, പാതാളത്തിൻ്റെ ശക്തികളും എന്നേക്കും നിലനിൽക്കുന്ന ശക്തികളല്ല. അവയ്ക്ക് അധികാരമുണ്ട്, അവർക്ക് ശക്തിയുണ്ട്. പക്ഷേ കൃത്യമായി പറയുന്നു, അത് അല്പകാലത്തേക്കേ ഉള്ളൂ. എന്നിട്ട് ഈ സാത്താനെ 1000 ആണ്ട് പൂട്ടിയിടുകയാണ്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഇനി നമ്മൾ ഈ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട 2-ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അപ്പോൾ യോഹന്നാൻ പറയുന്നു, ഞാൻ ന്യായാസനങ്ങളെ കാണുകയാണ്. ഈ ന്യായാസനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ന്യായം വിധിപ്പാൻ അധികാരമുണ്ട്. എനിക്ക് ആ ഭാഗം വളരെ ആവേശകരമായിട്ടാണ് തോന്നുന്നത്. ഭൂമിയിൽ നിങ്ങളെ ന്യായം വിധിച്ചവരെ നിങ്ങൾ ന്യായം വിധിക്കുന്ന ദിവസത്തിൻ്റെ പേരാണ് 1000 ആണ്ട് വാഴ്ച. അതുകൊണ്ട് ആരുടെയെങ്കിലും ന്യായവിധിയിൽ നിങ്ങൾ തളർന്നു പോകുന്നവരോ തകർന്നു പോകുന്നവരോ നിരാശപ്പെട്ടു പോകുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ആരെയും തിരിച്ച് ന്യായം വിധിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ന്യായം വിധിച്ചവരെ തിരികെ ന്യായം വിധിക്കാൻ സർവന്യായാധിപനായ ദൈവം നിങ്ങൾക്ക് അധികാരം തരുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് നാം ആരെയും ന്യായം വിധിക്കാൻ മിനക്കെടേണ്ടതില്ല. നിങ്ങൾക്ക് ന്യായം വിധിക്കാം. അതിനുള്ള അധികാരം ന്യായാധിപനായ ദൈവം നിങ്ങൾക്ക് തരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ്. എനിക്ക് എന്തുകൊണ്ടാണ് ഈ വേദഭാഗം വലിയ ആവേശമായി തോന്നുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എവിടെ പ്രതിഫലമുണ്ടെന്നാ? സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്നാ. വേദപുസ്തകം പറയുന്നു നിങ്ങൾക്കിവിടെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ആര് നമ്മളെ ന്യായം വിധിക്കട്ടെ, ആര് നമ്മളെ കുറ്റം വിധിക്കട്ടെ, ആരെയും തിരിച്ച് ന്യായം വിധിക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. നിങ്ങൾക്ക് അതിന് സമയമുണ്ട്. അതുകൊണ്ട് എന്നെ ന്യായം വിധിച്ച, എന്നെ തകർക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ഞാൻ 1000 ആണ്ട് കർത്താവിനോടുകൂടെ വാഴും. അതുകൊണ്ട് ഐ ഹാവ് എ റിവാർഡ് റൈറ്റ് ഓൺ ദിസ് എർത്ത്. എങ്ങനെയാണ് നമ്മൾ ഭൂമിയെ ന്യായം വിധിക്കുന്നത്? ഇവിടെ പറയുന്നു, അവർ ന്യായാസനങ്ങളിൽ ഇരിക്കുകയാണ്. 2 കൂട്ടരാണ് ന്യായാസനങ്ങളിൽ ഇരിക്കുന്നത്. അവിടെ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തവും
ദൈവവചനവും നിമിത്തം ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർ, യേശുവിനു വേണ്ടി ദൈവവചനത്തിനു വേണ്ടി തല പോയ മനുഷ്യർ, അവരെയാണ് നമ്മൾ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. അതുകൊണ്ട് ആർക്കാണ് 1000 വാഴ്ച? സ്വന്തം പ്രാണനേക്കാൾ എന്നെ വീണ്ടെടുത്ത എൻ്റെ പ്രാണനായ കർത്താവിനു വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുന്ന, തല പോയാലും ഞാൻ അവനെ അല്ലാതെ മറ്റാരെയും സേവിക്കില്ല എന്ന് പറയുന്നവർക്ക്, അവർക്കാണ് 1000 ആണ്ട് വാഴ്ച. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, those who have died for the word of God and for Christ. ഇവരെയാണ് നമ്മുടെ ആരാധനക്രമത്തിൽ സഹദേന്മാർ എന്ന് പറയുന്നത്. അത് ശുശ്രൂഷകർ അവരുടെ അക്ഷര സാമർഥ്യം അനുസരിച്ച് പലതരത്തിൽ അത് വായിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പള്ളിയിൽ ഈ അടുത്ത സമയത്ത് തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറയുന്നത് തടി പിടിച്ച കാളക്കുട്ടി എന്ന് വായിച്ച കക്ഷികളുമുണ്ട്. ഇത് അവർ മിക്കവാറും തൊളിക്കോടുകാർ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആരാണ് ഈ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നത്? ഒന്ന് സഹദേന്മാർ. സഹദ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നാണ് അർത്ഥം. അപ്പോൾ ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മെ ന്യായം വിധിച്ചവരെ ന്യായം വിധിപ്പാൻ 1000 കൊല്ലം സാവകാശം നമുക്ക് ലഭിക്കും. അത് ലഭിക്കുന്നവരുടെ പേരാണ് സഹദേന്മാർ അല്ലെങ്കിൽ രക്തസാക്ഷികൾ. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നത്, അവർ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും അവരുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒന്നും മുദ്രയില്ലാത്തവരുമാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ അവരെയാണ് നമ്മൾ കൺഫസേഴ്സ് അല്ലെങ്കിൽ മൗദ്യാനന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ 2 കൂട്ടർ, ഒന്ന് തല പോയവർ, 2 തല കുനിക്കാത്തവർ. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തു പോലും വിശ്വാസം ത്യജിച്ചില്ല. തല പോയാലും വിശ്വാസം വിട്ടൊരു വഴിയില്ല എന്ന് പറയുന്നവരുടെ പേരാണ് കൺഫസേഴ്സ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ മൗദ്യാനന്മാർ. നമ്മുടെ തുബദേൻ പ്രാർത്ഥന നമുക്കറിയാം. അതിൽ 3-ാമത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ആരെയൊക്കെ ഓർക്കുന്നുണ്ട്? സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഓർക്കുന്നുണ്ട്. അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർത്തോമാ സഭ വിശുദ്ധന്മാരെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അത് ഏതർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ, അവരുടെ കാലടികൾ നമ്മൾ പിൻപറ്റേണ്ടവരാണ്. അത് തുബദേൻ പ്രാർത്ഥനയിൽ കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി എന്തെങ്കിലും മധ്യസ്ഥത ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലല്ല, നാം അവരുടെ കാലടികൾ പിൻപറ്റേണ്ടവരാണ്. അതുകൊണ്ട് സഹദേന്മാരുടെയും മൗദ്യാനന്മാരുടെയും, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്തിനു വേണ്ടി, യേശുവിനു വേണ്ടി തല കളഞ്ഞവരും തല കുനിക്കാത്തവരും തല ഉയർത്തി നിൽക്കുന്ന ഒരു കാലത്തിൻ്റെ പേരാണ് സഹസ്രാബ്ദ വാഴ്ച. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അങ്ങനെ സന്തോഷം കിട്ടുന്ന ഒരു ദിവസത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ പേരാണ് 1000 ആണ്ട് വാഴ്ച. അതുകൊണ്ട് സഹദേന്മാർ, മൗദ്യാനന്മാർ, ദൈവത്തിനു വേണ്ടി, യേശുവിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി തല കളഞ്ഞവരും തല കുനിക്കാത്തവരും തല ഉയർത്തി വാഴുന്ന ഒരു കാലത്തിൻ്റെ പേരാണ് 1000 ആണ്ട് വാഴ്ച. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്.
അവർ 1000 ആണ്ട് ജീവിച്ച് അവനോടുകൂടെ താമസിക്കുമെന്നല്ല, അവനോടുകൂടെ വാഴും. വേദപുസ്തകത്തിൻ്റെ ഒരു വലിയ ശക്തീകരണമാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. യേശുവിന് വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും തല കളഞ്ഞവരും തല കുനിക്കാത്തവരുമാണെങ്കിൽ നമുക്ക് ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന പ്രതിഫലമാണ് സഹസ്രാബ്ദ വാഴ്ച. നമ്മൾ 1000 ആണ്ട് ജീവിച്ച് അവനോട് കൂടെ വാഴും. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ അതിൻ്റെ 189-ാമത്തെ പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊക്കെ മൂടി കാർമികൻ മണ്ണ് ശരീരത്തിലേക്ക് ഇട്ടിട്ട് പറയും, ഈ ശരീരം മണ്ണാകുന്നു. അതിനുശേഷമുള്ള ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഈ ദാസൻ അല്ലെങ്കിൽ ഈ ദാസി നിത്യജീവനായി ഉയർക്കും എന്ന പ്രത്യാശയോടെ. അപ്പോൾ എന്താണ് നിത്യജീവനായി ഉയർക്കുക എന്ന് പറഞ്ഞാൽ? ഇതാണ് 1000 ആണ്ട് വാഴ്ച. അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ന്യായവിധിക്കല്ല, നിത്യജീവനായി. ന്യായവിധിക്കായിട്ടൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അത് നമ്മൾ പുറകെ പറയും. അപ്പോൾ നിത്യജീവനായി നമ്മൾ ഉയർക്കുന്ന ആ കാലത്തിൻ്റെ പേരാണ് 1000 ആണ്ട് വാഴ്ച. ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇംപ്ലൈഡ് ആണ് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ക്രമീകരണത്തിൽ. ആവട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ യേശുവിന് വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും തല കളഞ്ഞവരും തല കുനിക്കാത്തവരുമായ സഹദേന്മാരും മൗദ്യാനന്മാരും, അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, ഇത് 1-ാമത്തെ പുനരുത്ഥാനം, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അപ്പോൾ ഇവർക്കൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഭാഗ്യവാൻ, വിശുദ്ധൻ. വെളിപാട് പുസ്തകത്തിൽ ഈ 7 ഭാഗ്യവർണ്ണനകളാണ്, 7 ബിയാറ്റിറ്റ്യൂഡ്സ്. ആ 7 ഭാഗ്യവർണ്ണനകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ 20-ാം അധ്യായത്തിൽ വായിച്ചത്. അതുകൊണ്ട് നാം എല്ലാവരും മരിക്കും, എന്നാൽ നാം ഉയർക്കുന്നത് ന്യായവിധിക്കായിട്ടാണോ നിത്യജീവനായിട്ടാണോ എന്നതാണ് പ്രശ്നം. നിത്യജീവനായി ഉയർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേര് വിശുദ്ധനെന്നും ഭാഗ്യവാനുമാണ്. എന്തുകൊണ്ടാണ് ഇവരെ വിശുദ്ധന്മാരെന്നും ഭാഗ്യവാന്മാരെന്നും പറയുന്നത്? തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളതാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഈ ഫോണിൽ ഈ ദൈവത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ല, അതൊക്കെ കൊണ്ട് കാണിക്കരുത്. എനിക്ക് പറയാനുള്ളത് വചനമാണ്. വചനം പഠിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയങ്ങളാണ്. ആവട്ടെ, എന്തുകൊണ്ടാണ് ഇവരെ വിശുദ്ധന്മാരെന്നും ഭാഗ്യവാന്മാരെന്നും പറയുന്നത്? കാരണം ഇനി അവർക്ക് മരണമില്ല. 2-ാം മരണം അവരുടെ മേൽ അധികാരം ചെയ്യില്ല. അതിലുപരി ഇവർ 1000 ആണ്ട് ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി വാഴും. നമ്മളെ മാമോദീസായിലൂടെ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്.
അങ്ങനെ മാമോദീസായിലൂടെ രാജകീയ പുരോഹിത വർഗമായി വേർതിരിക്കപ്പെട്ട നമ്മൾ എന്നേക്കും പുരോഹിതന്മാരായി തീരുന്ന കാലത്തിൻ്റെ പേരാണ് സഹസ്രാബ്ദ വാഴ്ച. ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടും. ഇതിനെക്കുറിച്ച് ധാരാളം രസകരമായ വ്യാഖ്യാനങ്ങളുണ്ട്. പുള്ളി അവിടെ കാണും കിടന്നുകൂടെ, എന്തിനാണ് ഈ പുള്ളിയെ വീണ്ടും അഴിച്ചുവിടുന്നത്? ഒരു തൃപ്തികരമായ വിശദീകരണം, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വ്യാഖ്യാനം ഒന്നും എൻ്റെ കൈവശമില്ല. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു ലളിതമായ യുക്തി, ഈ 1000 ആണ്ട് കഴിയുമ്പോഴത്തേക്ക് വിശുദ്ധന്മാർക്ക് ബോറടിക്കും. കാരണം എന്തില്ല? ചോയ്സ് ഇല്ല. ഈ യുക്തി ഞാൻ സ്വീകരിക്കാനുള്ള ഒരു കാരണം, ഏദൻ തോട്ടത്തിൽ ആദമും ഹൗവയും ആരോടൊപ്പമായിരുന്നു? എല്ലാ ദിവസവും ദൈവം വരും, എല്ലാവരെല്ലാം കൂടെ വർത്താനം പറയും, ഒരുമിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കും. കുറേ കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നത് ഇവർക്ക് എന്ത് ചെയ്ത് കാണും? ഈ വിശുദ്ധ ജീവിതം പലർക്കും ബോറടിക്കുന്നുണ്ട്. കാരണം ചോയ്സ് ഇല്ല. ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ ഏറ്റവും ലളിതമായ ഒരു ഇംഗ്ലീഷ് പ്രയോഗം, ഐ കനോട്ട് ബി അതർവൈസ്. എനിക്ക് ഇതല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല. അതുകൊണ്ട് 1000 ആണ്ട് സാത്താനെ ചങ്ങലക്കിട്ടപ്പോൾ വിശുദ്ധന്മാർക്ക് എന്തില്ല? ചോയ്സ് ഇല്ല. അതുകൊണ്ട് ദൈവം അവർക്കൊരു ചോയ്സ് കൊടുക്കുക. വിശുദ്ധന്മാർക്ക് ബോറടിക്കും എന്നതുകൊണ്ടായിരിക്കണം, ഞാനിതെൻ്റെ ഇതൊന്നും അങ്ങനെ തിരുമേനി അത് തിരുത്തി, തിരുമേനിയാകുമ്പം പിശാചിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ, കാരണം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അവരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ദൈവത്തോടു കൂടെ ആദമിനോടും ഹൗവയും ദൈവത്തോടു കൂടെ ജീവിച്ചപ്പം അവർക്ക് വേറൊരു ഓപ്ഷൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും ദൈവത്തോടു കൂടെ അല്ലേ കഴിയുന്നത്, പിന്നെ എന്തിനാണ് മറ്റൊരു സാധ്യത? 1000 ആണ്ട് ദൈവത്തോടു കൂടെ കഴിയുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ഫ്രീ വിൽ, ശരിതെറ്റുകളെ വിവേചിച്ചറിയാനുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മറ്റൊരു ടെസ്റ്റിന് വിധേയമാക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സാത്താനെ അഴിച്ചു വിടുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും? നമുക്കറിയാം, ഒട്ടും നന്നാവാത്ത ഒരാളെ, മനുഷ്യനെ നമ്മളൊരു മൃഗത്തോടാണ് നമ്മൾ എപ്പോഴും ഉപമിക്കുന്നത്. ഡാഷ് എടുത്ത് ഡാഷിൻ്റെ അകത്തിട്ടാലും ആ ഡാഷ് അതുപോലെ ഇരിക്കും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ 1000 കൊല്ലം ചങ്ങലക്കിട്ടിട്ടും സാത്താൻ്റെ സ്വഭാവത്തിന് അതോടി നടന്ന് മനുഷ്യനെ എല്ലാം പറ്റിക്കുക. പണ്ടൊക്കെ എഴഞ്ഞായിരുന്നു വന്ന് പറ്റിക്കുന്നത്, ഇപ്പൊ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് വന്നാ പറ്റിക്കുന്നത്. ഇതിട്ടുകൊണ്ട് വന്ന് പറ്റിക്കുന്നവരും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അതില്ലെന്നേ പറയണ്ട. ഇതിട്ടുകൊണ്ട് വന്ന് പറ്റിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഓടി നടന്ന ഗോഗ ഈ ഗോഗ എന്നൊക്കെ പറഞ്ഞാൽ അതിന് കൃത്യമായ ഒരു വിശദീകരണം തരാൻ പ്രയാസം. കാരണം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ഗോഗിനെ വിളിക്കുന്നത് യാഫത്തിന്റെ മകനെന്നാണ്. എന്നാൽ യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഗോഗ് ഒരു പ്രഭുവാണ്, മാഗോഗ് എന്നത് ഒരു ദേശമാണ്. അതുകൊണ്ട് ഗോഗ് എന്നതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അൺപാക്ക് ചെയ്യാൻ നിന്നാൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം, ദൈവത്തിനും അവൻ്റെ വ്രതന്മാർക്കും വിരോധമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടെ ചേർത്ത് ഗോഗെന്നും മാഗോഗെന്നും പറയാം. അപ്പോൾ പ്രിയ നഗരത്തെയും
വ്രതന്മാരെയും ഈ പിശാച് പറ്റിക്കും. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ 3 അധികം നമ്മൾ വിശദീകരിക്കുന്നില്ല. 4 നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അങ്ങനെ തുടങ്ങുകയാണ്. അവിടെ പറയുന്ന മരിച്ചവർ ആബാലവൃദ്ധം, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: ആൻഡ് ഐ സോ ദ ഡെഡ് ഗ്രേറ്റ് ആൻഡ് സ്മോൾ സ്റ്റാൻഡിങ് ബിഫോർ ദ ത്രോൺ. അതായത് വലിയവനും ചെറിയവനും ഒന്നുമില്ല. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സഹദേന്മാരെന്നോ മൗദ്യാനന്മാരെന്നോ ഇല്ല, എല്ലാ മനുഷ്യരും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആബാലവൃദ്ധം. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു പാട്ടുണ്ട്, 165-ാമത്തെ പുറത്തിങ്ങനെ: രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ തിരുസന്നിധൗ. അപ്പൊ അവിടെ പാടുന്നത് ഇതാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ: ആബാലവൃദ്ധം. അതിൽ രാജാക്കന്മാരുണ്ട്, അധികാരികളുണ്ട്, സേനാനികളുണ്ട്, ന്യായാധിപരുണ്ട്. ഏതു ബലവാനും അന്ന് ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. അങ്ങനെ ന്യായാസനത്തിൻ്റെ മുൻപാകെ എല്ലാവരും നിൽക്കും. അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പേരാണ് ന്യായവിധിക്കായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സമുദ്രവും മരണവും പാതാളവും തങ്ങളിൽ മരിച്ചവരെ തിരികെ ഏൽപ്പിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ മുഖം മൂടിക്കഴിഞ്ഞ് ഭൗതിക ശരീരത്തിൽ മണ്ണിട്ടിട്ട് പറയും, ഏറ്റവും അവസാനം പറയുന്നുണ്ട് മണ്ണാകുന്നു എന്ന് പറയും. അതിൻ്റെ അവസാനം പറയുന്നത്, ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചാലും ഇല്ലെങ്കിലും ഈ മണ്ണ്, നിങ്ങൾ കടലിലാണ് മരിക്കുന്നതെങ്കിലും ഭൂമിയിലാണ് നിങ്ങൾ അടക്കപ്പെടുന്നതെങ്കിലും കോവിഡ് കാലത്ത് മരുഭൂമിയിലാണ് നിങ്ങളെ അടക്കിയതെങ്കിലും ഈ ഭൂമിയും സമുദ്രവും തങ്ങളുടെ മരിച്ചവരെ ആർക്ക് വിട്ടുകൊടുക്കും? ഉടയവൻ. അതുകൊണ്ട് നമ്മൾ മണ്ണിനു വേണ്ടിയുള്ളവരല്ല, മണ്ണിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാ പറഞ്ഞത്, സമുദ്രവും പാതാളവും മരണവും തങ്ങളുടെ മരിച്ചവരെ തിരികെ ഏൽപ്പിക്കും. അപ്പോൾ അവിടെ 2 ബുക്ക് തുറക്കും. ഒന്ന് നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്. അവിടെ കൃത്യമായി പറയുന്നുണ്ട്, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കും. അപ്പൊ 2 പുസ്തകം. ഒന്ന് ബുക്ക് ഓഫ് ഹ്യൂമൻ ആക്ഷൻ. റോമാലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നമുക്കേറെ പ്രിയപ്പെട്ട വാക്യമാണ് 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തനെയും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. അതുകൊണ്ട് ദൈവം ഓരോരുത്തരെയും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം വിധിക്കും. ഈ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് വിധിക്കുന്നതെന്ന് ധാരാളം സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. 138-ാം പുറത്ത് ഒരു പാട്ടിങ്ങനെയുണ്ട്, ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ. അപ്പൊ ഇത് വേദപുസ്തകത്തിന്റെ ഒരു ശക്തീകരണമാണ്. ഇനി 165-ാമത്തെ പുറത്ത് വീണ്ടുമുണ്ട്, ജീവിതത്തിൽ
ഓരോരുത്തൻ ചെയ്തിട്ടുള്ള. കൃത്യമാണ് അവിടെ. അതുകൊണ്ട് നമ്മുടെ ആരാധനക്രമങ്ങൾ ശ്രദ്ധയോടെ നോക്കിയാൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത് നമ്മുടെ സ്ഥാനം നോക്കിയോ നമ്മുടെ പദവി നോക്കിയോ അല്ല. ഞാൻ പ്രാസം ഒപ്പിച്ച് പറയുന്നതിൽ എന്തെങ്കിലും ഔചിത്യ കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കൈവെപ്പല്ല, കയ്യിലിരിപ്പിനനുസരിച്ചാണ് ന്യായം വിധി. തിരുമേനി അതും കുറിച്ചെടുക്കുക. വളരെ ക്ലിയർ ആ ഓരോരുത്തരെയും. അതുകൊണ്ട് അച്ഛനായതുകൊണ്ട് എനിക്കൊരു കൈവെപ്പുണ്ട്. എൻ്റെ കൈവെപ്പല്ല, എൻ്റെ കയ്യിലിരിപ്പാണ് പ്രധാനം. വേദപുസ്തകം ഇത്ര കാറ്റഗോറിക്കലായി പറയുന്നുണ്ട്, അസന്നിഗ്ധമായി പറയുന്നു. ഈ ലോകത്തിൽ ആരുടെയും സ്ഥാനവും പദവിയും അനുസരിച്ചല്ല. നിങ്ങൾ അച്ഛനാവട്ടെ, വികാരി ജനറൽ ആവട്ടെ, അത് എങ്ങനെ ആയതാവട്ടെ, ടി കെ മാത്യു നോക്കും, നിനക്കിതെങ്ങനെ മനസ്സിലായി എന്ന്. എന്നെ ഈ അവസാന ദിവസം വിളിച്ചതിൻ്റെ കാര്യം മനസ്സിലായത്. കാരണം ഇനി ഇത് കൺവെൻഷൻ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കൊല്ലത്തെ ഒരു ബ്രേക്ക് കിട്ടും. അപ്പം ശവസംസ്കാര ശുശ്രൂഷയുടെ പാട്ടുകളിലും ധാരാളം റെഫറൻസസ് വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത് ഞാൻ ഭദ്രാസന സെക്രട്ടറി ആണെന്നോ, ഭദ്രാസന എപ്പിസ്കോപ്പായാണെന്നോ, അച്ഛനാണെന്നോ, സുവിശേഷകനാണെന്നോ, 40 കൊല്ലമായിട്ട് കമ്മിറ്റിയിലിരുന്ന് 200 ഉഴുന്നുവട തിന്നിട്ടുണ്ടെന്നോ, ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. സ്ഥാനമല്ല, പദവിയല്ല. കാരണം നമ്മൾ 1 പത്രോസ് 1:17 പറഞ്ഞു, ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? മുഖപക്ഷം നോക്കാതെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ന്യായം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സങ്കടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് പ്രവർത്തിക്കനുസരിച്ചാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാതെ പോയാൽ ഒരു പക്ഷേ ഒരല്പം കുഴപ്പമാകാം. അപ്പോൾ ഇവിടെ ഇത് വായിക്കുമ്പോൾ പ്രവർത്തിക്കനുസരിച്ച് നമ്മളെ ന്യായം വിധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സംശയം തോന്നാം. അപ്പോൾ രക്ഷ എന്നത് വിശ്വാസത്താൽ അല്ലേ, അതോ പ്രവൃത്തിയാലാണോ? കാരണം ഇവിടെ ന്യായവിധിയെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ പ്രവൃത്തിക്കനുസരിച്ച്. നമ്മുടെ സഭ വിശ്വസിക്കുന്നത് രക്ഷ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ വിശ്വാസത്തിന് ചേരുന്ന പ്രവൃത്തി ദൈവം പ്രതീക്ഷിക്കുന്നു. 2-ാമത്തെ പുസ്തകം തുറക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവന്റെ പുസ്തകം. വേദപുസ്തകത്തിൽ ധാരാളം സ്ഥലത്ത് ജീവന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പൗലോസ്ലീഹ ക്ലെമന്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സർദീസിലെ സഭയെക്കുറിച്ച് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ അവന് വെള്ളയുടുപ്പ് കൊടുക്കും, അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണും. വെളിപാട് പുസ്തകം 13, 23 അധ്യായങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. അതുകൊണ്ട് അന്ത്യനാളിൽ 2 പുസ്തകം തുറക്കും. ഒന്ന് നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ പുസ്തകം, 2 ജീവന്റെ പുസ്തകം. നമുക്ക് ഈ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിലും നമ്മുടെ പള്ളിയിൽ വരുന്ന അച്ഛന്മാരുടെയോ തിരുമേനിമാരുടെയോ ഒക്കെ പുസ്തകത്തിൽ ഒരു കാര്യം,
തിരുമേനിയുടെ കയ്യിൽ എൻ്റെ ഗുഡ് ബുക്കാണോ ബാഡ് ബുക്കാണോ, അതിനവിടെ ബാലരമയുടെ വില പോലും ഇല്ല. നമ്മുടെ പേർ മനുഷ്യന്റെ നല്ല പുസ്തകത്തിലുണ്ടോ എന്നല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്നതാണ് പ്രധാനം. കാരണം എന്നെ ന്യായം വിധിക്കുന്നത് എൻ്റെ ഇടവക പട്ടക്കാരോ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകരോ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ അല്ല. എന്നെ ന്യായം വിധിക്കുന്നത് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ മാമോദീസ രജിസ്റ്റർ ആദ്യകാലങ്ങളിൽ ഈ കുഞ്ഞിൻ്റെ പേര് മാമോദീസ രജിസ്റ്ററിൽ ചേർക്കുന്നത് മാമോദീസ ശുശ്രൂഷയുടെ മധ്യയാണ്. അതിന് ജോൺ ക്രിസോസ്റ്റം പോലെയുള്ള സഭാപിതാക്കന്മാർ നൽകുന്ന പേര് ബുക്ക് ഓഫ് ലൈഫ് എന്ന. ഐറേനിയസിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ അതിന് ഹെവൻലി ബുക്ക് എന്നാ പറയും. അതുകൊണ്ട് മാമോദീസ രജിസ്റ്ററിൽ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമല്ല, സൈഡ് റൂമിൽ ചുങ്കം പിരിവുകാർ ഇരിക്കുന്ന പോലെ ഇരിക്കുക. 500 ആണോ 1000 ആണോ ഈ വാഴക്കൊല ലേലം വിളിക്കുന്ന പോലെ ഇങ്ങനെ അല്ല മാമോദീസ രജിസ്റ്ററിൽ പേരെഴുതേണ്ടത്. പോത്തിനറിയാമോ ഏത്തവാഴ? ഇത് ജീവന്റെ പുസ്തകത്തിന്റെ റിപ്ലിക്കായാണ്. ഈ പുസ്തകത്തിൽ മാമോദീസ രജിസ്റ്ററിൽ പേരുള്ളവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ഈ രജിസ്റ്ററിൽ പേരുള്ളവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണുമെന്ന് സഭ പ്രത്യാശിക്കുകയും നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമുക്ക് ഒരുപക്ഷെ കാണാൻ ഒരു എളുപ്പത്തിൽ സാധിക്കാത്തതുമായ ആ ജീവന്റെ പുസ്തകത്തിന്റെ റിപ്ലിക്കായാണ് ഈ അതുകൊണ്ട് ഒരിടവക വികാരി, വൈദികൻ, കാർമ്മികൻ മാമോദീസ രജിസ്റ്ററിൽ പേരെഴുതുമ്പോൾ ആ മാമോദീസ രജിസ്റ്ററിന്റെ പേര് ജീവന്റെ പുസ്തകമെന്നാണ്. അത് സ്വർഗത്തിലെ പുസ്തകമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പേരുള്ളവൻ അവൻ്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ കാണും എന്ന വലിയ പ്രത്യാശയാണ്. അതുകൊണ്ട് അന്ത്യ ന്യായവിധി നമ്മുടെ സ്ഥാനമോ പദവിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമല്ല. നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് അവൻ നമ്മളെ ന്യായം വിധിക്കും. രണ്ടാമത്തെ പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവൻ ഭാഗ്യവാൻ. അവർക്ക് ഉള്ള വലിയ സന്തോഷം അവരുടെ മേൽ ഇനി മറ്റൊരു മരണം ഇല്ല എന്നതാണ്. അങ്ങനെ ന്യായവിധി പൂർത്തിയായി കഴിയുമ്പോൾ ഒരു പക്ഷേ വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു പ്രത്യാശ വാചകത്തോടെയാണ് യോഹന്നാൻ തൻ്റെ ദർശനത്തിന് സമാപ്തി വരുത്തുന്നത്. 4 ഘട്ടങ്ങളിലായി എന്താണ് സഹസ്രാബ്ദ വാഴ്ച, എന്താണ് 1000 ആണ്ട് വാഴ്ച, എന്താണ് മില്ലനിയൽ റൂൾ, വാട്ട് ഇറ്റ് മീൻസ് ടു റെയിൻ വിത്ത് ഗോഡ്. യേശുവിനോടുകൂടെ വാഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 1-ാം ഘട്ടത്തിൽ നമ്മൾ കണ്ടത് സാത്താനെ ചങ്ങലേക്കിടുന്നു. 2-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അവരെല്ലാവരും ന്യായാസനങ്ങളിൽ ഇരിക്കുകയാണ്. തങ്ങളെ ന്യായം വിധിച്ചവരെ വിശുദ്ധന്മാർ ന്യായം വിധിക്കുന്ന നാളിൻ്റെ പേരാണ് സഹസ്രാബ്ദ വാഴ്ച. ആർക്കൊക്കെയാണ് അവിടെ ഇരിക്കാൻ സാധിക്കുന്നത്? വിശുദ്ധന്മാർ. അവിടെ സാധിക്കുന്നത് രക്തസാക്ഷികൾ, മാർട്ടേഴ്സ് ആൻഡ് കൺഫസേഴ്സ് ഓഫ് ഫെയ്ത്ത്, സഹദേന്മാരും മൗദ്യാനന്മാരും. അവർക്ക് വേദപുസ്തകം നൽകുന്ന വിശേഷണം അവർ വിശുദ്ധന്മാരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്? ഒന്ന്, അവരുടെ മേൽ ഇനി 2ാമത്തെ മരണത്തിന് അധികാരമില്ല. 2ാമത്തെ കാരണം, അവർ ഇനി 1000 കൊല്ലം ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരോഹിതന്മാരായി വാഴും. മാമോദീസായിലൂടെ രാജകീയ പുരോഹിത വർഗമാക്കപ്പെട്ട നമ്മൾ എന്തിനാണോ നമ്മൾ മാമോദീസ ഏറ്റത്, അതിൻ്റെ സാക്ഷാത്കാരമാണ് 1000 ആണ്ട് വാഴ്ചയിൽ അവൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരായി നമ്മൾ വാഴും. 3-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറയുന്നുണ്ട് സാത്താനെ അഴിച്ചുവിടും.
നാലാമത്തെ ഘട്ടത്തിൽ പറയുന്നു, ദൈവം എല്ലാ മനുഷ്യരെയും ഉയർപ്പിക്കുന്നു. ആബാലവൃദ്ധം ജനങ്ങളും ഉയർത്തെഴുന്നേൽക്കും. 2 പുസ്തകം തുറക്കും. 1 നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ പുസ്തകം, 2 ജീവൻ്റെ പുസ്തകം. ദൈവം നമ്മെ നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് ന്യായം വിധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാമോദീസ രജിസ്റ്ററിൽ പേരുള്ളവരാണ് നമ്മൾ. എന്തിനാണ് നമ്മൾ മാമോദീസ ഏറ്റത്? എന്തിനാണ് നമ്മൾ അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും അനുരൂപപ്പെട്ടിരിക്കുന്നത്? ഈ മാമോദീസ രജിസ്റ്ററിൽ പേരുള്ള എല്ലാവരും ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരാകണം എന്നതാണ് സഭയുടെ പ്രാർത്ഥന, നമ്മുടെ പ്രത്യാശ. കെട്ടുപോകാത്ത അഗ്നിജ്വാലയ്ക്ക് പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിച്ച് അവൻ പാപികളെ അഗ്നി നരകത്തിന് വിട്ടുകൊടുക്കും. അതെല്ലാം കഴിയുമ്പോൾ 21-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള ആ പ്രത്യാശ വാക്കുകളോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് യോഹന്നാൻ പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഇതിനേക്കാൾ വലിയ എന്ത് പ്രത്യാശയാ ഒരു ദൈവ പൈതലിനുള്ളത്? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുക. ഒട്ടും ജീവിക്കാൻ അനുകൂലമല്ലാത്ത സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ. എന്നാൽ യോഹന്നാൻ കണ്ടതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. സാത്താൻ്റെ അല്പകാലത്തേക്കുള്ള അധികാരം അവസാനിക്കുന്നത് സ്വപ്നം കാണാം. സാത്താനെ ചങ്ങലക്കിടുന്നത് സ്വപ്നം കാണാം. 1000 ആണ്ട് അവനോടുകൂടെ വാഴുന്നത് സ്വപ്നം കാണാം. ആ വലിയ ഭാഗ്യത്തിന് ദൈവം നമ്മളെ അർഹരാക്കട്ടെ. തൻ്റെ ആത്മാവ് മുഖാന്തരം ദൈവം നമുക്കതിന് സഹായിക്കട്ടെ. ഈ കൺവെൻഷൻ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും യുഗാന്ത്യ പ്രത്യാശയെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുമുള്ള ഉറപ്പിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.